ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എനിക്കിടയ്ക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹിക്വിഷൻ കമ്പനി പുറത്തിറക്കിയുള്ള ഒരു വയർലെസ് അലാം കിറ്റിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. വയർലെസ് അലാം കിറ്റ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഷോപ്പ് അല്ലെങ്കിൽ വീട് ക്ലോസ് ചെയ്തതിനു ശേഷം, വീട് വിട്ട് നമ്മൾ പുറത്തു പോയതിനു ശേഷം മറ്റാരെങ്കിലും നമ്മുടെ വീട്ടിലോ ഷോപ്പിലോ കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഡോറൊക്കെ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് SMS ആയിട്ടോ കോൾ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ വഴി നോട്ടിഫിക്കേഷൻ വരുന്ന തരത്തിൽ, അതായത് അവർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്ന അതേ ടൈമിൽ നമ്മുടെ ഫോണിലേക്ക് SMS വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്ന ഈ ഡിവൈസിനെയാണ് വയർലെസ് അലാം കിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹിക്വിഷന്റെ ഈ വയർലെസ് അലാം കിറ്റ് നമുക്ക് അൺബോക്സ് ചെയ്തുകൊണ്ട് എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഉള്ളത്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുകയും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. അപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. ഇതാണ് ഹിക്വിഷന്റെ വയർലെസ് കൺട്രോൾ പാനൽ കിറ്റ് അല്ലെങ്കിൽ വയർലെസ് അലാം കിറ്റ് എന്ന് പറഞ്ഞ ഡിവൈസ്. ഇതിന് നമ്മൾ സാധാരണ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വയർലെസ് അലാം കിറ്റിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത് നെറ്റ് കണക്ഷനുമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, ഒരു വൈഫൈ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ കേബിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ CCTV വർക്ക് ചെയ്യുന്ന സെയിം ആപ്ലിക്കേഷനിൽ നമുക്കിതിൻ്റെ കൺട്രോളിങ് കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. അതായത് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം അതേ ആപ്ലിക്കേഷനിൽ വരുന്നതാണ്. ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ് എല്ലാം ഇതിൻ്റെ ബോക്സിന് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് 32 ചാനൽ, 32 വയർലെസ് ഡിറ്റക്ടർ കൊടുക്കാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ ഇതിൻ്റെ പുറത്തായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ വഴി കൺട്രോൾ ചെയ്യാം. ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ആപ്ലിക്കേഷൻ കിട്ടുന്നതാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് DSPWA 32kg എന്ന ഈ മോഡൽ നമ്പറാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസും വരുന്നത് 17,900 MRP പ്രൈസും വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്ത ഉടനെ ഇങ്ങനെയാണ് കാണുന്നത്. ഒരു 3-4 ഡിവൈസുകൾ ഇതിൽ കാണുന്നുണ്ട്. അത് ഓരോന്നായിട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്കിതിൽ ഈ കൺട്രോൾ പാനൽ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ യൂണിറ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ ഇതിലേക്ക് 32 സെൻസറുകൾ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഈ ഒരു ഡിവൈസിലേക്കാണ് നമ്മൾ എല്ലാ സെൻസറുകളും ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്കാണ് നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷനും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇതിലേക്കാണ് വരുന്നത്. ഈ ഡിവൈസാണ് നമ്മുടെ എല്ലാ സെൻസറുകളെയും കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഇതാണ് PIR ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുൻപിലൂടെ, ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫ്രണ്ടിലൂടെ എന്തെങ്കിലും ഒരു വസ്തു പാസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയുള്ള ഒരു സെൻസറാണ് ഈ ഒരു ഡിവൈസ്. പിന്നെ ഇതാണ് കീ ഫോബ് എന്ന് പറയുന്നത്. റിമോട്ടിനെ പോലെ തന്നെ ഇതിലാണ് നമ്മുടെ ഈ അലാറത്തിനെ ഓണാക്കാനും ഓഫാക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. എപ്പോഴെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം സൈറൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓഫ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ വീട് വിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ഈ അലാം കിറ്റിനെ ഓൺ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കീ ഫോബ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ കാണുന്നതാണ് മാഗ്നറ്റിക് കോണ്ടാക്റ്റ് എന്ന് പറയും. ഇതിൻ്റെ പേര് മാഗ്നറ്റിക് കോണ്ടാക്റ്റ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലുള്ള ഡോറുകളിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് SMS വരുന്ന രീതിയിലുള്ള സെൻസറാണ് ഈ ഒരു സെൻസർ. ഒന്ന്
ഡോറിലും ഒന്ന് ഡോറ് വന്ന് അടയുന്ന ആ ഒരു ഇതിലുമാണ് എന്താണ് പറയുക, അങ്ങനെ രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. ഒന്ന് ഡോറിലും ഒന്ന് ഡോറിൻ്റെ ആ ഒരു വാതിൽക്കട്ടിൽ എന്ന് പറയുന്ന അതിലുമാണ് അത് സെറ്റ് ചെയ്യാനുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ വരുന്ന ഈ ബോക്സുകളൊക്കെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്താണെന്നറിയില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് അലാം കൺട്രോൾ പാനലിന് കൊടുക്കാനുള്ള അഡാപ്റ്ററാണ്. കാണുന്നത് നമ്മുടെ സെൻസറുകൾ ഫിറ്റ് ചെയ്യാൻ ആവശ്യമായുള്ള സ്റ്റാൻഡുകളാണ്. ഇത് നമ്മൾ ചുമരിൽ ഭിത്തിയിൽ പിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബാറ്ററി വരുന്നുണ്ട്. ഈ ബാറ്ററി നമ്മുടെ കൺട്രോൾ പാനലിൽ സെറ്റ് ചെയ്യാനുള്ളതാണ്. കറണ്ട് ഇല്ലാത്ത സമയത്തും കൺട്രോൾ പാനൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്ററിയാണിത്. ഈ ഒരു ബാറ്ററിയുടെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത്, ബാറ്ററി വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 12 അവർ വർക്ക് ചെയ്യും. കറണ്ട് ഇല്ലാതെ ഒരു 12 മണിക്കൂറോളം ഈ ഒരു ബാറ്ററിയിൽ നിന്ന് മാത്രം വർക്ക് ചെയ്യും. നമ്മുടെ സെൻസറുകളെല്ലാം ബാറ്ററി ഉള്ള ടൈപ്പാണ്. വയർലെസ് ആയതുകൊണ്ട് തന്നെ അതിനുള്ളിൽ എല്ലാത്തിലും ബാറ്ററി ഉണ്ട്. അതുപോലെ ഇതിനുള്ളിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു ബാറ്ററിയാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഈ കൺട്രോൾ പാനലിൽ സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അതിനായിട്ട് തന്നെ ബാക്ക് സൈഡിലുള്ള സ്ക്രൂ അഴിച്ചിട്ട് നമുക്കൊന്ന് ടോപ്പ് അഴിച്ച് നോക്കാം. അപ്പോൾ അതിനുള്ളിലായിട്ട് നമുക്ക് സിം ഇടാനുള്ള സ്ലോട്ട് കാണുന്നുണ്ട്. നമുക്ക് സാധാരണ ഏത് സിമ്മും ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. സിം ഇട്ടുകൊണ്ട് സിമ്മിൽ നെറ്റ് ഉപയോഗിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ ലാൻഡ് പോർട്ടിൽ നെറ്റ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ വൈഫൈ വഴിയുള്ള നെറ്റ് കണക്ഷനും ഇത് ഉപയോഗിക്കാൻ പറ്റും. ആദ്യം നമുക്ക് ഇതിൻ്റെ അഡാപ്റ്റർ ഇതിൽ കണക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യിപ്പിക്കാം.
ബാറ്ററി ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് അടച്ചു വെക്കേണ്ടതുണ്ട്, എന്നെങ്കിൽ മാത്രമേ അത് വർക്കാവുന്നുള്ളൂ. ഇത് ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വർക്കാവില്ല. അപ്പോൾ കാരണം അത് ടോപ്പ് അടക്കുന്ന സമയത്ത് ഒരു സ്വിച്ച് പ്രസ് ആകുന്നുണ്ട്, അത് എന്നെങ്കിൽ മാത്രമേ അത് വർക്കാവുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് പ്ലഗിൽ അന്ന് ചാർജ് ചെയ്യാം. ബാറ്ററി ചാർജ് ഇല്ല, നമുക്കിത് പ്ലഗിൽ വെച്ചിട്ടൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ കൺട്രോൾ പാനൽ ഓണായി വന്നിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ സെൻസറുകളുടെ ബാറ്ററികളൊക്കെ ഒന്ന് വർക്കിംഗ് ആക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പുതിയ അലാം കിറ്റ് ആയതുകൊണ്ട് തന്നെ ഓരോ സെൻസറുകളും നമ്മൾ അയച്ചിട്ട് അതിൻ്റെ ബാറ്ററി കറക്റ്റാക്കി ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റിൽ PIR ഡിറ്റക്ടർ ഒന്ന് അയച്ചെടുക്കാം. അയച്ചതിൻ്റെ സൈഡിലെ സ്ക്രൂ ഒന്ന് അയച്ചാൽ മതി. അപ്പോൾ അയച്ചതിന് ശേഷം അതിൽ ബാറ്ററി ഓൾറെഡി അതിനുള്ളിൽ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു പേപ്പർ വെച്ചിട്ടുണ്ടാവും. ആ പേപ്പറിൻ്റെ ഇത് ഒഴിവാക്കി കൊടുക്കേണ്ടതുണ്ട്, എന്നെങ്കിൽ മാത്രമാണ് അതിൻ്റെ വർക്കിംഗ് കറക്റ്റ് ആവുള്ളൂ. ബാറ്ററി കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതും ക്ലോസ് ചെയ്ത് വെക്കേണ്ടതുണ്ട്, എന്നെങ്കിൽ മാത്രമേ ഈ സെൻസറും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. സെൻസറുകളൊന്നും നമ്മൾ ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും വർക്ക് ചെയ്യില്ല. ഇനി അതുപോലെ തന്നെ ഈ മാഗ്നറ്റിക് കോണ്ടാക്റ്റിലെ ഇതിലെ ബാറ്ററിയും നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലൊരു ലോക്ക് കാണാം, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിലൊരു ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിൽ ഒരു പ്ലാസ്റ്റിക് പേപ്പർ വെച്ചിട്ടുണ്ട്. അത് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ വർക്കിംഗ് ആക്കാൻ. അത് ഒഴിവാക്കിയാലാണ് അത് വർക്ക് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പേപ്പർ ഒന്ന് ഒഴിവാക്കാം. അപ്പോൾ അത് വർക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലെ ടോപ്പും നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഇനി ചെയ്യാനുള്ളത് നമ്മൾക്ക് മൊബൈലിൽ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബോക്സിൻ്റെ പുറത്തൊരു QR കോഡ് ഉണ്ട്. അത് നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഫോണിൽ ഏതെങ്കിലും ഒരു വൈഫൈ ആയിട്ട് ഫോൺ കണക്ട് ചെയ്യുക. അതായത് ഇത് സെറ്റ് ചെയ്യാനുള്ള ഒരു വൈഫൈ ആയിട്ട് നമ്മുടെ ഫോൺ കണക്ട് ചെയ്യുക. അതിന് ശേഷം ഹിക് കണക്റ്റ്, നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആപ്ലിക്കേഷൻ ഹിക് കണക്റ്റ് എന്ന ആപ്ലിക്കേഷനാണ്. അത് ഓപ്പൺ ചെയ്തിട്ട് സൈനപ്പ് ചെയ്യാം. ഓൾറെഡി നമ്മൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് സൈനപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഞാൻ ഓൾറെഡി ഒന്ന് സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലോഗിൻ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അത് ആഡ് ഡിവൈസ് എന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കൺട്രോൾ പാനലിന് താഴെയുള്ള ആ ഒരു QR കോഡ് സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്യുമ്പോൾ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ഡിവൈസ് അതിൽ ആഡ് ആകുന്നതാണ്. നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് അതിന് താഴെ വയർലെസ് എന്ന് സെലക്ട് ചെയ്തിട്ട് വീണ്ടും നെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്ത വൈഫൈൻ്റെ പാസ്വേഡ് വീണ്ടും ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കണക്ട് ടു വൈഫൈ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് അതിൽ ആഡ് ആകുന്നതാണ്. ആഡ് ആകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈസ് ആക്റ്റീവ് ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു admin 123 എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഡിവൈസ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം അതിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു വന്ന പേരിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നതാണ്.
ഇങ്ങനെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് സെൻസറുകൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ പ്ലസ് ചിഹ്നം കാണുന്നുണ്ട്. അതേപോലെ അലാം ഓണാക്കാനും ഓഫാക്കാനും ഒക്കെ ഓരോരോ ഐക്കണ് കാണുന്നുണ്ട്. നമുക്ക് ഈ കൺട്രോൾ പാനലുമായിട്ട് 32 സെൻസറുകൾ ആഡ് ചെയ്യാൻ കഴിയും. അതിന് താഴെ കാണുന്ന ആ പ്ലസ് ചിഹ്നം ക്ലിക്ക് ചെയ്തിട്ട് QR കോഡ്, ഓരോ സെൻസറിലും QR കോഡ് വരുന്നുണ്ട്. ആ QR കോഡുകൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ 32 സെൻസറുകൾ വരെ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ കഴിയും. അതായത് ഒരു വീട്ടിൽ ഒരു 5 ഡോറും ബാക്കി പിന്നെ PIR സെൻസർ അങ്ങനെയുള്ള സെൻസറുകളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് അഡീഷണലായിട്ട് സെൻസറുകൾ ആഡ് ചെയ്യാൻ കഴിയും. ഈ ഒരു കിറ്റിൻ്റെ കൂടെ ഒരു PIR സെൻസറും ഒരു മാഗ്നറ്റിക് കോണ്ടാക്റ്റും മാത്രമാണുള്ളത്, പിന്നെ ഒരു കീ ഫോബും. അപ്പോൾ നമുക്ക് അഡീഷണലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സെൻസറുകൾ സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. അങ്ങനെ വാങ്ങിയിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഞാൻ സെൻസറിന് മുമ്പിൽ ജസ്റ്റ് ഒരു കൈ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഫോണിലേക്ക് അലാം വരുന്നുണ്ട്. നല്ല ഉച്ചത്തിൽ സൗണ്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ സ്ക്രീൻ റെക്കോർഡർ ആയതുകൊണ്ട് നിങ്ങൾക്ക് സൗണ്ടൊന്നും കേൾക്കുന്നില്ല, പക്ഷേ സൗണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കൺട്രോൾ പാനലിലും സൈറൺ മുഴങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇപ്പം ഡോർ കോണ്ടാക്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് വേർപിടിച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഇതേപോലെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ വയർലെസ് കൺട്രോൾ പാനൽ കിറ്റ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതിൽ ഈ ഒരു ഡിവൈസിൽ തന്നെ ഈ ആപ്ലിക്കേഷൻ വഴി തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ തന്നെ അത്യാവശ്യം സമയം കഴിഞ്ഞു പോയി. ഇനിയും പറഞ്ഞ ഈ വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കാം. അപ്പം പുതിയൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.